ഇപ്പൊ നമ്മുടെ കയ്യിൽ വലിയ ഭാരമുള്ളൊരു ബാഗ് ഉണ്ട്. അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾ ഹെൽപ്പ് ചെയ്യും അല്ലേ, ഞാൻ എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ അതിനുശേഷം അവരോട് നന്ദി പറയണ്ടേ? അതെങ്ങനെയാ പറയാ? താങ്ക് യു ഫോർ ക്യാരിങ് മൈ ബാഗ്. നല്ല ഹെവി ആയിരുന്നു കേട്ടോ. ഇറ്റ് വാസ് റിയലി ഹെവി. അപ്പൊ ആളെന്താ പറയാ? യു ആർ വെൽക്കം, അല്ലെങ്കിൽ യു ആർ വെരി വെൽക്കം. യു ആർ വെരി വെൽക്കം. യു ആർ വെരി വെൽക്കം. ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു ഫോർ ക്യാരിങ് മൈ ബാഗ്. ഇറ്റ് വാസ് റിയലി ഹെവി. യു ആർ വെരി വെൽക്കം. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള, നമ്മളെ കൊണ്ട് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്താൽ നമ്മൾ എന്താ പറയാ? താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. ഐ കുഡന്റ് ഹാവ് ഡൺ ഇറ്റ് ബൈ മൈസെൽഫ്. എനിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഐ കുഡന്റ് ഹാവ് ഡൺ ഇറ്റ് ബൈ മൈസെൽഫ്. അപ്പൊ അതിന്റെ റിപ്ലൈ ആയിട്ട് എന്താ പറയാ? നോ പ്രോബ്ലം. അതൊന്നും ഒരു കുഴപ്പമില്ല. നോ പ്രോബ്ലം. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. ഐ കുഡന്റ് ഹാവ് ഡൺ ഇറ്റ് ബൈ മൈസെൽഫ്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. ഐ കുഡന്റ് ഹാവ് ഡൺ ഇറ്റ് ബൈ മൈസെൽഫ്. നോ പ്രോബ്ലം. അല്ലെങ്കിൽ ചില സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പൊട്ടിപ്പോയേ, നാശാവുകയൊക്കെ ചെയ്താൽ അത് ഫിക്സ് ചെയ്ത് തന്നെ നന്ദി എന്ന് പറയില്ലേ? എന്നിട്ട് നമ്മൾ പറയില്ലേ, എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നില്ല. എങ്ങനെ പറയാം? താങ്ക് യു ഫോർ ഫിക്സിങ് ദിസ്. താങ്ക് യു ഫോർ ഫിക്സിങ് ദിസ്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു വിത്ത് ഇറ്റ്. എന്താ ഇതുകൊണ്ട് ചെയ്യാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു വിത്ത് ഇറ്റ്. അപ്പൊ അപ്പുറത്ത് എന്താ പറയാ? ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഒന്നുകൂടെ പറയാം. താങ്ക് യു ഫോർ ഫിക്സിങ് ദിസ്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു വിത്ത് ഇറ്റ്. ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഇനിയിപ്പോൾ ചിലവർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പറയില്ലേ, അയ്യോ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി, നിങ്ങളിത് ചെയ്യേണ്ടിയിരുന്നില്ല. അങ്ങനെ പറയും. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു, ബട്ട് യു റിയലി ഷുഡൻറ്റ് ഹാവ് ഗോൺ ടു ഓൾ ദിസ് ട്രബിൾ. യു റിയലി ഷുഡൻറ്റ് ഹാവ് ഗോൺ ടു ഓൾ ദിസ് ട്രബിൾ. ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ടിയിരുന്നില്ല നിങ്ങൾ. അങ്ങനെയാണ് പറയണത്. അപ്പോൾ എന്താ പറയുക? ഐ വാസ് ഹാപ്പി ടു ഹെൽപ്പ്. സന്തോഷമേ ഉള്ളൂ ഹെൽപ്പ് ചെയ്യാൻ. ഐ വാസ് ഹാപ്പി ടു ഹെൽപ്പ്. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു, ബട്ട് യു ഷുഡൻറ്റ് ഹാവ് ഗോൺ ടു ഓൾ ദിസ് ട്രബിൾ. ഐ വാസ് ഹാപ്പി ടു ഹെൽപ്പ്. ഇനി സോറി എങ്ങനെയാ പറയുന്നത് എന്നുള്ള കുറച്ച് സിറ്റുവേഷൻ നോക്കാം. ചില സമയത്ത് ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് മിസ് കോൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വിളിക്കാൻ വിചാരിക്കും, മറന്നു പോകും അല്ലേ? അപ്പോൾ സോറി എങ്ങനെ പറയാ? സോറി ഐ ഡിഡ്ന്റ് കോൾ യു ബാക്ക്. ഐ വാണ്ടഡ് ടു ബട്ട് ഐ ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്. എനിക്ക് വിളിക്കണമായിരുന്നു, ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പം എന്താ പറയാ? ദാറ്റ്സ് ഓക്കെ, സാരമില്ല. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. സോറി ഐ ഡിഡ്ന്റ് കോൾ യു ബാക്ക്. ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചില്ല. സോറി ഐ ഡിഡ്ന്റ് കോൾ യു ബാക്ക്. ഐ വാണ്ടഡ് ടു ബട്ട് ഐ ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ബസ് ഒരു കുറച്ച് നേരം ലേറ്റായി. നമ്മൾ പറയില്ലേ സോറി കേട്ടോ? അങ്ങനെ പറയും. സോറി ടു ഹാവ് കെപ്റ്റ് യു വെയിറ്റിംഗ്. അപ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ, സോറി. സോറി ടു ഹാവ് കെപ്റ്റ് യു വെയിറ്റിംഗ്. മൈ ബസ് വാസ് 20 മിനിറ്റ്സ് ലേറ്റ്. എൻ്റെ ബസ് 20 മിനിറ്റ് ലേറ്റായി. മൈ ബസ് വാസ് 20 മിനിറ്റ്സ് ലേറ്റ്. അപ്പോൾ എന്താ പറയുക ആള്? നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. ഐ ഹവ് ഓൺലി ജസ്റ്റ് ഗോട്ട് ഹിയർ മൈസെൽഫ്. ഞാനിവിടെ എത്തിയിട്ടേ ഉള്ളൂ. നോ പ്രോബ്ലം, ഐ ഹവ് ഓൺലി ജസ്റ്റ് ഗോട്ട് ഹിയർ മൈസെൽഫ്. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. സോറി ടു ഹാവ് കെപ്റ്റ് യു വെയിറ്റിംഗ്. മൈ ബസ് വാസ് 20 മിനിറ്റ്സ് ലേറ്റ്. നോ പ്രോബ്ലം, ഐ ഹവ് ഓൺലി ജസ്റ്റ് ഗോട്ട് ഹിയർ മൈസെൽഫ്. ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാണ്ട് പറഞ്ഞുപോയി. അപ്പം ഞാൻ പറയാണ്, ഇന്നലെ നടന്നതിനെ കുറിച്ച് സോറി. എങ്ങനെയാ പറയാ? ഐ എം സോറി അബൌട്ട് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ഇന്നലെ നടന്നതിന് സോറി. ഐ എം സോറി അബൌട്ട് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. അപ്പോൾ അപ്പുറത്തെ ആൾക്ക് ദേഷ്യം പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പറയാണ്, ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത്. എങ്ങനെ പറയാ? ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ അഗെയിൻ. ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ അഗെയിൻ. ഇനി ഇത് നടക്കരുത്. ഇനി ഇങ്ങനെ സംഭവിക്കരുത്. ഇത് പ്രാക്ടീസ് ചെയ്യാം. ഐ എം സോറി അബൌട്ട് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ അഗെയിൻ. ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ അഗെയിൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യോ? താങ്ക് യു ഫോർ ക്യാരിയിങ് മൈ ബാഗ്. ഇറ്റ് വാസ് റിയലി ഹെവി. യു ആർ വെരി വെൽക്കം. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. ഐ couldn't have done it by myself. No problem. Thank you for fixing this. I didn't know what to do with it. Don't mention it.
That's very kind of you, but you really shouldn't have gone to all this trouble. I was happy to help. Sorry, I didn't call you back. I wanted to, but I forgot about it. That's okay. Sorry to have kept you waiting. My bus was 20 minutes late today. No problem. I've only just got here by myself. I'm sorry about what happened yesterday. I shouldn't have done that. Don't let it happen again.